നമ്മൾ ഉണ്ടാക്കുന്നത് ഇടിയപ്പം സ്റ്റൂവും കൂടിയാണ് കേട്ടോ. സ്റ്റൂ അല്ല, ഇസ്റ്റൂ എന്ന് പറയും. കാരണം പാലക്കാട്ടുകാർക്ക് ഇസ്റ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. ആദ്യം തന്നെ ഇടിയപ്പത്തിന് വേണ്ടി കുഴയ്ക്കാനായിട്ട് ചൂടുവെള്ളം വേണമല്ലോ, അതിനായിട്ട് ഞാൻ അതങ്ങോട്ട് വെച്ചു. പിന്നെ അപ്പുറത്ത് ഇനിയിപ്പോൾ അരി ഇടണം. അപ്പോൾ അരി ഇടാനുള്ള വെള്ളമൊക്കെ ഞാൻ എന്താ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊക്കെ ഭയങ്കര തിരക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിപാടിയുണ്ട്. നമുക്കിന്ന് ബാങ്കിലൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടി ഒതുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് പിത്ത് ഒരു 2-3 വട്ടം എണ്ണീറ്റ് കരയും എടുക്കുകയൊക്കെ ചെയ്തു. അവനെ പോയി ഉറക്കിയിട്ടൊക്കെയാണ് ഞാൻ വന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ വിചാരിക്കുന്നു എന്നെ എളുപ്പമാണ്, വീഡിയോ എന്ത് സോഫ്റ്റായിട്ട് എടുക്കുന്നു, കൂളായിട്ട് എടുക്കുന്നു എന്നൊക്കെ. അല്ല ഗൈസ്, നല്ല പണിയാണ് കേട്ടോ. കാരണം പിത്ത് എണ്ണീറ്റ് കഴിഞ്ഞാൽ അവൻ പിന്നെ എന്നെ കുറേ നേരത്തേക്ക് വിടത്തില്ല. 1 മണിക്കൂറോളം അവൻ എന്നെ അവിടെ പിടിച്ച് കിടത്തും. അപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന പരിപാടിയൊന്നും നടക്കത്തുമില്ല. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇസ്റ്റൂവിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് ഉരുളക്കിഴങ്ങും തക്കാളി ഞാൻ ഇടാൻ മറന്നുപോയി. തക്കാളി ഇട്ട് പിന്നെ ഇച്ചിരി സവാളയാണ് അതിനകത്ത് ഇടുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ചാലേ ഒരു എനർജി നമുക്ക് കിട്ടത്തുള്ളൂ രാവിലെ അല്ലേ. എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം രാവിലെ ചായയോ കാപ്പിയോ കിട്ടിയാൽ അന്നത്തെ ദിവസം എനിക്കൊന്ന് ഓണായി കിട്ടത്തുള്ളൂ. അതുവരെ ഞാൻ ഭയങ്കര മൂടിയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഈ ഒരു മിഠായിയും കഴിക്കുന്നുണ്ട്. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മിഠായിയാണ് കേട്ടോ. ഈയിടെയായിട്ട് രാഹുലേട്ടൻ ഒരു പെട്ടി, അതായത് ഒരു കുപ്പിക്കകത്ത് ഉണ്ടായിരുന്ന ആ കുപ്പി മുഴുവനും വാങ്ങിച്ചുകൊണ്ട് പോയി കടയിൽ നിന്ന്. കാരണം അത്രയ്ക്ക് ഫേവറേറ്റായി. അപ്പം ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങും സവാളയും പിന്നെ അതിനകത്ത് നമ്മൾ ഇടുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ടങ്ങ് ചെയ്യും. അതങ്ങോട്ട് സെറ്റായി വരുന്ന സമയത്ത് നമുക്കിനിയിപ്പോൾ നമ്മുടെ ആ ഒരു കുഴച്ച് വെച്ച മാവ് വെച്ചിട്ട് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കണം. അതൊരു ഒന്നൊന്നര ടാസ്ക്കാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആ ഇടിയപ്പത്തിൻ്റെ ആ ചുറ്റണ സാധനമില്ലേ, അതാണെങ്കിൽ പഴയതാണ്. എന്ന് വെച്ചാൽ രാഹുലേട്ടൻ്റെ മരിച്ചുപോയ അമ്മ എങ്ങാണ്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അതിപ്പോഴും ഞങ്ങളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിലുണ്ടാക്കുന്ന ഇടിയപ്പത്തിന് ഒരു പ്രത്യേക നല്ല സോഫ്റ്റായിട്ട് നല്ല നൈസായിട്ട് കിട്ടുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാഹുലേട്ടൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. സത്യം പറഞ്ഞാൽ മറ്റേ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ കറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ വെച്ചിട്ട് കറക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് നല്ല ഭയങ്കരമായിട്ട് ബലം പിടിച്ച് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിൽ തന്നെ നമുക്ക് വേണ്ട തേങ്ങയും ചിരകം, അതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റൂവിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ തിരുമ്മിയിട്ട് അതിനകത്ത് പച്ചമുളകും ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, അതും കൂടി ഇട്ടിട്ട് ചെറിയ ജീരകം അതും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു രീതി. പിന്നെ ഇവിടെ അങ്ങനെ പെരുംജീരകം ഒന്നും ചേർക്കത്തില്ല. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതിനകത്ത് ഒരിച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ട് ഇനിയിപ്പം ഈ സംഭവം അങ്ങോട്ട് അതിലിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളങ്ങ് താളിച്ച് വയ്ക്കുക. അത് കടുക് പൊട്ടിച്ചാൽ മതി. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ രാഹുലേട്ടന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കര ഈസിയാണ് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാൻ. അതുകൊണ്ട് പുള്ളി സ്ഥിരം വന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസം ഫുൾ അടുക്കളയിലുണ്ടാകും. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് പുള്ളിയുടെ രീതി. അപ്പോൾ രാഹുലേട്ടൻ അത് ചെയ്യുന്ന സമയങ്ങളിൽ ഞാനിവിടെ ഉച്ചയ്ക്കുള്ള സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചൊരക്കയാണെന്ന് തോന്നുന്നല്ലേ ഈ സാധനവും. പിന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി, മുരിങ്ങയ്ക്ക, ബീൻസ്, പയറ്, പിന്നെ ഇവിടെ ഉള്ളൊരു പാവയ്ക്ക ഇടും കേട്ടോ. എനിക്ക് പുതിയൊരു അറിവാണ് സാമ്പാറിനകത്ത് പാവയ്ക്ക ഇടുന്നത്. കാരണം ഞാൻ ആലോചിച്ചു ഇത് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കത്തില്ലെന്ന്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ കയ്പ്പൊന്നും ഫീൽ ചെയ്തില്ല. അതിൻ്റെ ഇടയ്ക്ക് പിത്ത് എണ്ണീറ്റ് വന്നു. അവൻ്റെ മൊത്തത്തിൽ ഉറക്കം എണ്ണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ വെച്ച് ജോലി ചെയ്തു. പിന്നെ അച്ഛൻ വന്നിട്ട് അവനെ ഇഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പരിപാടിയും ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യണം. അതങ്ങനെയാണല്ലോ, നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കണം. നമ്മൾ സേഫായി അങ്ങനെ എല്ലാം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന സമാധാനം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നൈസായി കിട്ടാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? എനിക്കറിയാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് സാമ്പാറിൻ്റെ റെസിപ്പി, നല്ല നാടൻ സാമ്പാർ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ എന്തെങ്കിലും റെസിപ്പിയും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കരുത് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുക്കളയുടെ പരിപാടി എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തൂത്തുവാരി നമുക്കൊന്ന് തുടയ്ക്കണം.
കാരണം ഇത്രയും നേരത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തൂത്ത് വരെ തുടച്ചില്ലെങ്കിൽ അവിടെ എല്ലാം ഫുള്ള് ഒന്നാമത്തെ കാര്യം മാവെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിച്ചല്ലേ എന്തായാലും തറയിൽ അഴുക്കുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ തൂത്തിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു. ഇത്രയും ഞാൻ അടുക്കളയിൽ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിത്തുവിന് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം പിത്തു എണ്ണീറ്റ് വന്നപ്പോൾ അവന് എന്തായാലും ഫുഡ് വേണം. അവൻ്റെ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എണ്ണീറ്റ് വന്നു കഴിയുമ്പോൾ അവന് ഫുഡ് വേണം. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും രാഹുലേട്ടനും ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ എൻ്റെ അടുക്കള എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഏകദേശമൊക്കെ വൃത്തിയാക്കി. വലിയ പെർഫെക്ഷനൊന്നും ഇല്ല. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും രാഹുലേട്ടനും കൂടെയാണ് കേട്ടോ ഇരുന്നത്. പുള്ളി ഇന്ന് ഭയങ്കര ആക്റ്റീവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം ഇഷ്ടമാണ്, പുള്ളിയുടെ ഫേവറേറ്റ് സാധനം. അതിന് വേണ്ടി പുള്ളി എന്ത് വേണേൽ ചെയ്യും, എന്നെ വേണേൽ കൊല്ലു വരെ ചെയ്യും. അത്രയ്ക്ക് ഭയങ്കര ഫേവറേറ്റാണ് ആ സാധനം. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചാൽ നീ എന്തിനാ ഇത്ര ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചേന്ന് ചോദിച്ചു. പക്ഷേ അതിലും വലിയ വിറ്റെന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് ഇത്ര ഉള്ളൂ ഇടിയപ്പം. ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ ഇച്ചിരി കൂടുതലുണ്ടാക്കിയത്, കാരണം രാഹുലേട്ടന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങൾ പിന്നെ കഴിച്ചിട്ട് പിന്നെ ഇനി പോകാനുള്ള പരിപാടിക്കൊക്കെ മുമ്പേ ഒന്ന് നമ്മുടെ മുറ്റം ഒന്ന് തൂക്കണമായിരുന്നു. വന്നിട്ട് ഇതുവരെ ഞാൻ മുറ്റം തൂത്തില്ല. കാരണം ഈ ഭയങ്കര ജോലി തിരക്കാണ്. കാരണം പിത്തുവിനെ മാനേജ് ചെയ്യാന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. അവൻ ഭയങ്കരമായിട്ട് ഫോണിൽ അഡിക്റ്റാണ്. എനിക്കതാണ് പറ്റാത്തത്. അവൻ ഭയങ്കരമായിട്ട് ഫോണിൽ അഡിക്റ്റാണ്. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവൻ താണ്ട് ഇങ്ങനെ ഞാൻ തൂക്കുന്നിടത്തുമൊക്കെ ഇങ്ങനെ വന്നിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം തൂപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ റെഡി ആവാമെന്ന് എഴുതി. അങ്ങനെ ഞാൻ പോയി കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് ഒരുങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് ഇന്ന് ബാങ്കിൽ പോകണം. ഈ ബാങ്കിൽ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലേട്ടൻ പണ്ട് രാഹുലേട്ടൻ്റെ ഒരു കാറുണ്ടായിരുന്നു. അപ്പോൾ അത് വിറ്റിട്ട് എന്തോ കട ഏതാണ്ട് വന്നിട്ട് അത് ലോണിലോട്ട് അടച്ചിട്ട് പിന്നെ വന്ന പൈസ, ബാക്കി ഉണ്ടായിരുന്ന പൈസ ഇവർ ലോണായിട്ട് കൊടുത്തിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ആ ലോണ് അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രാഹുലേട്ടൻ ഇത് മറന്നുപോയി, സ്വന്തം പേര് ഇരിക്കുന്നത്. അങ്ങനെ അത് മറന്നപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ സിബിലിനകത്ത് ഭയങ്കര പ്രശ്നമായി കിടക്കുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പോയത് ക്ലോസ് ചെയ്യാൻ പോയാൽ. പക്ഷെ അവർ അമ്പിനും വില്ലിനും അടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. കാരണം വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ക്ലോസ് ചെയ്യല്ലേ, എന്തേലുമൊക്കെ കുറച്ച് തന്നൂടേ എന്നൊക്കെ ചോദിച്ചു. വേണമെങ്കിൽ അവർക്കതൊക്കെ ചെയ്യാം. അവർ പറയുന്നത് സിസ്റ്റത്തിൽ അത് പറ്റത്തില്ല, സിസ്റ്റത്തിൽ 1 രൂപ പോലും കുറയ്ക്കാൻ പറ്റൂല, അങ്ങനെ ഇങ്ങനെ. കാരണം നമ്മളെ കണ്ട എന്തുവാ ഭയങ്കര പൈസ ഉണ്ടെന്നുള്ള രീതിയിൽ അവർ കുറച്ചേ തന്നില്ല. പിന്നെ ലാസ്റ്റ് കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അടച്ചിട്ട് ബാക്കി ഇനി പിന്നെ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. അതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.